ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി ഉള്ളത് നമ്മുടെ ഫോണിന്റെ മെമ്മറി ഫുൾ ആവുക എന്നുള്ളതാണ് അല്ലെ. മെമ്മറി അതായത് സ്റ്റോറേജ് ഫുൾ ആവുക. നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സമയത്തേക്കും പറയും സ്റ്റോറേജ് ഫുൾ ആണ് എന്നുള്ള പറയും. അപ്പൊ നമുക്ക് വളരെ ടെൻഷനാണ്, കാരണം എന്തെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ സ്റ്റോറേജ് ഫുൾ ആണെന്ന് പറയും. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, വളരെ ചെറിയൊരു സെറ്റിംഗ്സ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് നിങ്ങളുടെ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചിരുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് അതൊന്ന് പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റും. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ സ്റ്റോറേജ് വളരെയധികം ഫ്രീ ആക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ടെക്നിക്കാണ് ഇവിടെ പറയുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് നിരവധി ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതില് ഞാൻ ആദ്യമായി പറഞ്ഞു തരുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കീവേഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണത്. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിരവധി ഓപ്ഷൻസ് കാണുന്നുണ്ട്. വീഡിയോസ്, ഓഡിയോസ്, ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, കണ്ടില്ലേ ആപ്സ്. ആ ആപ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് 39 GB നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് കാണിക്കുന്നുണ്ട്, സിസ്റ്റം ആപ്സ് കാണിക്കുന്നുണ്ട്, ലാർജ് ആപ്സ് ഉണ്ട്, അൺയൂസ്ഡ് ആപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും അൺയൂസ്ഡ് ആപ്സ് നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ തീരെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത്രയും ആപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ മേലെ വെച്ചിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ഒരു രീതി. പക്ഷെ ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ലാർജ് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണുന്നുണ്ട്. ആ ലാർജ് ആപ്സിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഫയൽസുകളൊന്നും നമുക്ക് ഒഴിവാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആപ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ആപ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് ആണോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ, ഞാൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 1-2 ആപ്ലിക്കേഷൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സ്റ്റോറേജ് യൂസേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ സ്റ്റോറേജ് യൂസേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ക്ലിയർ ക്യാഷെ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ക്ലിയർ ക്യാഷെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8.2 MB ആണ് വരുന്നത്. അത്രയും MB നമുക്ക് ലാഭിക്കാൻ പറ്റും, അത്രയും സ്റ്റോറേജ് നമുക്ക് കിട്ടുന്ന അർത്ഥം. അതിനുശേഷം നമുക്ക് ക്ലിയർ ഡാറ്റ കൊടുക്കാം. ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 37 പോയിന്റ് സംതിങ് നമുക്ക് ഇവിടുന്ന് നമുക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്ക് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നേരെ പോയിട്ട് നമുക്ക് ഈ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷനും പോവും, അതിനുള്ളിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പല ഡാറ്റകൾ ഉണ്ടാവും, അത് മുഴുവൻ പോകുന്നതുകൊണ്ട് നമുക്ക് അത്രത്തോളം സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇവിടെ ഞാനിവിടെ VN ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെയും ഇതേപോലെ നമ്മൾ നോക്കൂ, ഇത്രയും GB നമുക്ക് ഇവിടെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം ക്ലിയർ ക്യാഷെ കൊടുത്തു, അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് 2.74 GB നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത്, ഇപ്പൊ പ്രത്യേകിച്ച് വാട്സപ്പ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഇഷ്ടംപോലെ ഡാറ്റകൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റോറേജ് ഡാറ്റ എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒരിക്കലും ക്ലിയർ ഡാറ്റ വാട്സപ്പിൽ കൊടുക്കരുത്, ക്യാഷെ മാത്രം ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്.